ഹരി ഓം. ശ്രീമദ് ഭഗവത്ഗീത 13-ാം അധ്യായം ക്ഷേത്രജ്ഞ വിഭാഗ യോഗത്തിൻ്റെ അവസാന ഭാഗം. ഏകനായ ആത്മാവ് സർവദേഹങ്ങളിലും സ്ഥിതി ചെയ്യുന്നുവെങ്കിൽ ഈ ദേഹങ്ങളെ സംബന്ധിക്കുന്ന എല്ലാ ദോഷങ്ങളും ആത്മാവിനെയും ബാധിക്കില്ലേ? ഇല്ല. ശരീരസ്ഥനാണെങ്കിലും ആത്മാവ് കർമ്മത്താൽ ബന്ധിക്കപ്പെടുന്നില്ല. എന്തുകൊണ്ട് എന്ന് പറയുന്നു അടുത്ത ശ്ലോകത്തിൽ. 32-ാമത്തെ ശ്ലോകം. അനാദിത്വാത് നിർഗുണത്വാത് പരമാത്മായമവ്യയ ശരീരസ്ഥോപി കൗന്ദേയ ന കരോതി ന ലിപ്യതേ. കൗന്ദേയ, ഹേ കുന്തിപുത്ര, ഹേ അർജുന, അനാദിത്വാത് ആദിയില്ലായ്മ കൊണ്ടും, നിർഗുണത്വാത് ഗുണരാഹിത്യം കൊണ്ടും, അവ്യയ നാശമില്ലാത്ത, അയം ആത്മാ ഈ ആത്മാവ്, ശരീരസ്ഥഃ അപി ശരീരത്തിൽ ഇരിക്കുന്നവനാണെങ്കിലും, ന കരോതി ഒന്നും ചെയ്യുന്നില്ല, ന ലിപ്യതേച്ച ഒന്നിനാലും ബാധിക്കപ്പെടുന്നുമില്ല. ആദിയില്ലാത്തവനും ഗുണരഹിതനും ആകയാൽ അനശ്വരനായ പരമാത്മാവ് ശരീരത്തിൽ കുടികൊള്ളുന്നുവെങ്കിലും ഒന്നും ചെയ്യുന്നില്ല, വാസനാമാലിന്യം ഏൽക്കുന്നുമില്ല. പരമാത്മാവിൻ്റെ നിർവികാരത്വവും നിഷ്ക്രിയത്വവും ഇവിടെ വിശദമാക്കുന്നു. അനാദിത്വാത് നിർഗുണത്വാത് പരമാത്മായം അവ്യയം, ആദിയില്ലാത്തതും ഗുണങ്ങളില്ലാത്തതും ആയതുകൊണ്ട് അതിന് നാശവുമില്ല. അനാദി എന്ന ഭാവം അനാദിത്വം. ആദി എന്നാൽ കാരണം, ആദിയില്ല കാരണമില്ലാത്തത്, അനാദിയാണത്. കാരണമുണ്ടെങ്കിൽ അതിന് സ്വപ്രകൃതത്താൽ തന്നെ നാശവുമുണ്ടാകും. പിന്നെ സത്വരജസ്തമോ ഗുണങ്ങൾക്ക് അതീതമാണ് ഇത്. ശരീരം ത്രിഗുണാത്മകവും ജനനമുള്ളതുമാണ്. ജനനമുണ്ടെങ്കിൽ നാശവുമുണ്ട്, ഗുണങ്ങളുണ്ടെങ്കിൽ ക്രിയയുമുണ്ട്. അതുകൊണ്ട് ക്രിയയും നാശവും ശരീരത്തിൻ്റെ സഹജധർമ്മങ്ങളാണ്. ക്രിയാനിരതമായ ഈ ശരീരത്തിലാണ് ഇരിക്കുന്നതെങ്കിലും ആത്മാവ് നിത്യവും നിർവികാരവും നിർലിപ്തവുമാണ്. അത് കർമ്മങ്ങളൊന്നും തന്നെ ചെയ്യുന്നില്ല, കർമ്മഫലത്താൽ ബാധിക്കപ്പെടുന്നുമില്ല. ഒന്നിൽ നിന്നുമുണ്ടായതല്ല എന്നതിനാൽ അകാരണനും എല്ലാറ്റിനും കാരണമാകയാൽ പരമകാരണനുമാണ് ആത്മാവ്. ഒരു വസ്തുവിൻ്റെ ഗുണത്തിന് സംഭവിക്കുന്ന മാറ്റമാണ് അതിൻ്റെ നാശത്തെ കുറിക്കുന്നത്. ഗുണമില്ലാത്തതിന് മാറ്റവും മാറ്റമില്ലാത്തതിന് നാശവും സംഭവിക്കില്ല. എന്തുപോലെയാണ് കർമ്മം ചെയ്യാതെയും ബാധിക്കപ്പെടാതെയും ഇരിക്കുന്നത് എന്നത് ദൃഷ്ടാന്ത സഹിതം പറയുന്നതാണ് അടുത്ത ശ്ലോകം. 33-ാമത്തെ ശ്ലോകം നോക്കാം. യഥാ സർവഗതം സൗക്ഷ്മ്യാത് ആകാശം നോപലിപ്യതേ സർവത്രാവസ്ഥിതോ ദേഹേ തഥാത്മാനോപലിപ്യതേ. സർവഗതം സകലവ്യാപ്തമായ ആകാശം, സൗക്ഷ്മ്യാത് സൂക്ഷ്മത്വം നിമിത്തം, യഥാ യാതൊരു പ്രകാരം, ന ഉപലിപ്യതേ ഒന്നിനാലും ബാധിക്കപ്പെടുന്നില്ലയോ, തഥാ അപ്രകാരം, സർവത്ര ദേഹേ എല്ലാ ദേഹത്തിലും, അവസ്ഥിതഃ സ്ഥിതി ചെയ്യുന്ന ആത്മാവ്, ന ഉപലിപ്യതേ ഒന്നിനാലും ബാധിക്കപ്പെടുന്നുമില്ല. സർവവ്യാപിയായ ആകാശം അതിൻ്റെ സൂക്ഷ്മത്വം കാരണം എപ്രകാരമാണോ മലിനപ്പെടാതെ ഇരിക്കുന്നത് അപ്രകാരം തന്നെ എല്ലാ ദേഹത്തിലും സ്ഥിതി ചെയ്യുന്ന ആത്മാവ് മലിനപ്പെടാതെ ഇരിക്കുന്നു.
ഭൂതങ്ങളിൽ വെച്ച് ഏറ്റവും സൂക്ഷ്മമാണ് ആകാശം അഥവാ സ്പേസ്. അത് ഇതര ഭൂതങ്ങളെ മുഴുവനും വ്യാപിച്ചു നിൽക്കുന്നു. ആകാശം സർവവ്യാപിയാണ്. പരമാണുക്കളുടെ അന്തരാളത്തിൽ പോലും ആകാശം വ്യാപിച്ചിരിക്കുന്നു. പക്ഷേ അത് സൂക്ഷ്മമായതുകൊണ്ട് ഇപ്പറഞ്ഞ സ്ഥൂല വസ്തുക്കൾ ഒന്നും തന്നെ അതിനെ ബാധിക്കുന്നില്ല, മലിനമാക്കുന്നില്ല. ആകാശത്തിനും കാരണമായ ആത്മാവ് ആകാശത്തേക്കാൾ സൂക്ഷ്മമാണ്. സകല ശരീരങ്ങളിലും ആത്മാവ് വ്യാപിച്ചിരിക്കുന്നുവെങ്കിലും ശാരീരിക വ്യാപാരങ്ങൾ ഒന്നും തന്നെ ആത്മാവിനെ സ്പർശിക്കുന്നില്ല. കാരണം അത് സർവവ്യാപിയാണ്, സൂക്ഷ്മതരവുമാണ്. അതിനെ വ്യാപിക്കാൻ മറ്റൊന്നിനും ആവില്ല. ദേഹത്തെ വ്യാപിച്ച് നിൽക്കുന്ന ആത്മാവിനെ ദേഹധർമ്മങ്ങൾ ബാധിക്കുന്നില്ലെങ്കിൽ ദേഹത്തിൽ ആത്മാവ് എപ്രകാരമാണ് വർത്തിക്കുന്നത്? അതിൻ്റെ ഉത്തരം അടുത്ത ശ്ലോകത്തിൽ 34-ാമത്തെ ശ്ലോകം. യഥാ പ്രകാശയത്യേക കൃത്സ്നം ലോകമിമം രവി ക്ഷേത്രം ക്ഷേത്രീ തഥാ കൃത്സ്നം പ്രകാശയതി ഭാരത. ഭാരത, ഹേ അർജുന, ഏകഃ ഏകനായ രവി സൂര്യൻ, ഇമം ലോകം ഈ ലോകത്തെ, കൃത്സ്നം മുഴുവൻ, യഥാ എങ്ങനെ, പ്രകാശയതി പ്രകാശിപ്പിക്കുന്നുവോ, തഥാ അങ്ങനെ, ക്ഷേത്രീ ആത്മാവ്, കൃത്സ്നം സകലമായ, ക്ഷേത്രം ക്ഷേത്രത്തെയും ശരീരത്തെയും, പ്രകാശയതി പ്രകാശിപ്പിക്കുന്നു. അല്ലയോ ഭാരത, എപ്രകാരമാണോ ഒരേയൊരു സൂര്യൻ ഈ ലോകത്തെ പൂർണ്ണമായും പ്രകാശിപ്പിക്കുന്നത്, അപ്രകാരം തന്നെ ക്ഷേത്രസ്ഥനായ പരമാത്മാവ് മുഴുവൻ ക്ഷേത്രത്തെയും പ്രകാശിപ്പിക്കുന്നു. സൂര്യൻ ഒന്നേയുള്ളൂ. ഏകനായ സൂര്യൻ്റെ പ്രകാശം നിമിത്തം ലോകം മുഴുവനും പ്രകാശിക്കുന്നു. ലോകത്തെ പ്രകാശിപ്പിക്കണം എന്ന യാതൊരു ഉദ്ദേശവും സൂര്യനില്ല. പ്രകാശന വിഷയത്തിൽ സൂര്യന് കർത്തൃത്വമില്ല എന്നർത്ഥം. പ്രകാശം എന്നത് അതിൻ്റെ സ്വഭാവമാണ്. ആ പ്രകാശം തട്ടുമ്പോൾ വസ്തുക്കളെല്ലാം പ്രകാശിക്കുന്നു എന്ന് മാത്രം. അതുപോലെ ആത്മസാന്നിധ്യത്തിൽ ശരീരമനോബുദ്ധികളും അവയുടെ വിഷയങ്ങളും എല്ലാം പ്രകാശിക്കുന്നു. ലോകത്തിലെ നല്ലതും ചീത്തയുമായ എല്ലാത്തിനെയും സൂര്യൻ പ്രകാശിപ്പിക്കുന്നുണ്ട്. നല്ലതിനെ പ്രകാശിപ്പിക്കുമ്പോൾ കൂടുതൽ തെളിയുകയോ ചീത്തയെ പ്രകാശിപ്പിക്കുമ്പോൾ മങ്ങുകയോ ഒന്നും ചെയ്യുന്നുമില്ല. നമ്മുടെ കർമ്മങ്ങളും വികാരവിചാരങ്ങളും ധാർമ്മികമായാലും അധാർമികമായാലും ആത്മാവ് അവയെ പ്രകാശിപ്പിക്കും എന്നല്ലാതെ അവയുടെ പുണ്യമോ പാപമോ ആത്മാവിന് ഏൽക്കുന്നില്ല. സൂര്യൻ്റെ ഉദാഹരണം കൊണ്ടാണ് ഇതിനെ സമർത്ഥിച്ചത് എങ്കിലും ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കണം. സൂര്യനും അത് പ്രകാശിപ്പിച്ച പദാർത്ഥങ്ങളും വേറെ വേറെയാണ്. എന്നാൽ ആത്മാവിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. അത് സകലതിലും സമമായി ഇരുന്നു കൊണ്ട് സകലതിനെയും പ്രകാശിപ്പിക്കുകയാണ്. ഇനി ഈ അധ്യായത്തിൻ്റെ ഉപസംഹാര ശ്ലോകമാണ് അടുത്തത്, 35-ാമത്തെ ശ്ലോകം. അത് ഈ അധ്യായത്തിൻ്റെ മുഴുവനും അർത്ഥത്തെ സംക്ഷേപിക്കുന്നുമുണ്ട്. ക്ഷേത്രജ്ഞയോരേവം അന്തരം ജ്ഞാനചക്ഷുഷാ ഭൂതപ്രകൃതിമോക്ഷം ച യേ വിദുർയാന്തി തേ പരം. ഏവം ഇപ്രകാരം ക്ഷേത്രജ്ഞയോ ക്ഷേത്രത്തിൻ്റെയും ക്ഷേത്രജ്ഞൻ്റെയും അന്തരം വ്യത്യാസത്തെയും ഭൂതപ്രകൃതി മോക്ഷം ച ഭൂതപ്രകൃതിയിൽ നിന്നുള്ള മോക്ഷത്തെയും ജ്ഞാനചക്ഷുഷ ജ്ഞാനദൃഷ്ടി കൊണ്ട് യേ ആരാണോ വിദുഹു അറിയുന്നുവോ തേ അവർ പരം പരത്തെ അഥവാ മോക്ഷത്തെ യാന്തി പ്രാപിക്കുന്നു. ഇപ്രകാരം ക്ഷേത്രവും ക്ഷേത്രജ്ഞനും തമ്മിലുള്ള ഭേദത്തെ
അഥവാ വ്യത്യാസത്തെയും ജീവരാശികൾക്ക് പ്രകൃതിയിൽ നിന്നും മോക്ഷം സിദ്ധിക്കാനുള്ള ഉപായത്തെയും ജ്ഞാനചക്ഷുസ്സുകൊണ്ട് അറിയുന്നവർ പരമപദത്തെ പ്രാപിക്കുന്നു. ക്ഷേത്രജ്ഞൻ ക്ഷേത്രത്തെ പ്രകാശിപ്പിക്കുന്നുവെന്നും എന്നാൽ ക്ഷേത്രത്തിൻ്റെ ധർമ്മങ്ങളൊന്നും തന്നെ ക്ഷേത്രജ്ഞനെ ബാധിക്കുന്നില്ലെന്നും ഭഗവാൻ വ്യക്തമാക്കി. ക്ഷേത്രത്തിൻ്റെയും ക്ഷേത്രജ്ഞൻ്റെയും അവയ്ക്ക് രണ്ടിനും ആധാരമായ പരമാത്മാവിൻ്റെയും സ്വരൂപം ഓരോ സാധകനും സൂക്ഷ്മമായി വിചാരം ചെയ്ത് അറിയണം. ശാസ്ത്രങ്ങളും ആചാര്യന്മാരും തരുന്ന ശിക്ഷണങ്ങളിൽ നിന്നും ലഭിക്കുന്ന ആത്മജ്ഞാനമാകുന്ന ജ്ഞാനചക്ഷുസ്സുകൊണ്ട് വേണം ഈ തിരിച്ചറിവുണ്ടാകാൻ. അധ്യാത്മബോധം തന്നെയാണ് ജ്ഞാനദൃഷ്ടി. ജ്ഞാനദൃഷ്ടി കൊണ്ട് നോക്കുമ്പോൾ ക്ഷേത്രം അഥവാ പ്രകൃതി, അവിദ്യ എന്നത് വാസ്തവത്തിൽ ഇല്ലെന്നും അതുകൊണ്ട് തന്നെ ക്ഷേത്രജ്ഞൻ എന്ന ജീവഭാവം വെറും കൽപ്പിതവുമാണ്. ഇവിടെയുള്ളത് പരമാത്മാവ് മാത്രമാണ്, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് സാധകൻ സാക്ഷാത്കരിക്കുന്നു. അതോടെ അവൻ പ്രകൃതിബന്ധം വിട്ട് മോക്ഷപദത്തിലെത്തുന്നു. ജനന മരണ രൂപമായ ഈ സംസാര ചക്രത്തിൽ നിന്നും മോചിക്കുന്നു. സ്വപ്നം കാണുന്ന ഒരുവന് അവൻ്റെ സ്വപ്നത്തിലെ ദുഃഖാനുഭവങ്ങൾക്കോ ഭയത്തിനോ അറുതി വരണമെങ്കിൽ അവൻ സ്വപ്നത്തിൽ നിന്നും ഉണരണം. അതുപോലെ ജീവന് ഈ സംസാര ദുഃഖത്തിൽ നിന്നും മോചിതനാവണമെങ്കിൽ അവൻ പരമാത്മഭാവത്തിലേക്ക് ഉണരണം. അവിടെ ക്ഷേത്രവും ക്ഷേത്രജ്ഞനും എല്ലാം അപ്രത്യക്ഷമാകുന്നു. ഈ നാനാത്വവും സംസാര ദുഃഖവും എല്ലാം വെറും ദുസ്വപ്നമാണ് എന്ന തിരിച്ചറിവുണ്ടാകുന്നു. അവൻ തൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ, പരമാത്മഭാവത്തെ സാക്ഷാത്കരിക്കുന്നു. ഈ ആത്മതത്വത്തെ ഏറ്റവും സ്പഷ്ടമായി നിരൂപണം ചെയ്ത അധ്യായമാണ് ക്ഷേത്രജ്ഞ വിഭാഗയോഗം എന്ന 13-ാം അധ്യായം. അത് ഭഗവത് പാദങ്ങളിൽ ഗീതാ ആരതിയോടെ സമർപ്പിക്കുന്നു. ഹരി ഓം. ഓം തത്സദ്. ഇതി ശ്രീമദ്ഭഗവദ്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ ക്ഷേത്രജ്ഞവിഭാഗയോഗോ നാമ 13-ോധ്യായഃ. ഇനി ഗീതാരതി. जय भगवद्गीते ॐ जय भगवद्गीते हरिः कमलविहारिणि हरिः कमलविहारिणि सुन्दर सुपुनीते ॐ जय भगवद्गीते कर्म सुमर्म प्रकाशिनी कामासक्तिहरा ॐ कामासक्तिहरा तत्त्वज्ञान विकाशिनी तत्त्वज्ञान विकाशिनी विद्या ब्रह्मपरा ॐ जय भगवद्गीते निश्चल भक्ति विधायिनी निर्मल मलहारी ॐ निर्मल मलहारी शरण रहस्य प्रदायिनी शरण रहस्य प्रदायिनी सब विधि सुखकारी ॐ जय भगवद्गीते राग द्वेष विदारिणि कारिणि मोद सदा ॐ कारिणि मोद सदा भव भयहारिणि तारिणि भव भयहारिणि तारिणि परमानन्द प्रदा ॐ जय भगवद्गीते आसुर भाव विनाशिनी नाशिनी तमरजनी ॐ नाशिनी तमरजनी दैवी सद्गुणदायिनी
दायिनि दैवी सद्गुणदायिनि हरिरसिका सजनी। ॐ जय भगवद्गीते। समदा त्याग सिखावनी हरिमुख की वाणी। ॐ हरिमुख की वाणी। सकल शास्त्र की स्वामिनी सकल शास्त्र की स्वामिनी श्रुतियों की रानी। ॐ जय भगवद्गीते। दया सुधा बरसावनी माधु कृपा की जय। ॐ माधु कृपा की जय। हरिपद प्रेम दान कर हरिपद प्रेम दान कर अपनो कर लीजय। ॐ जय भगवद्गीते। ॐ जय भगवद्गीते। ॐ जय भगवद्गीते।